നമസ്കാരം, ന്യൂസ് ടാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇൻഫോസിസിൽ നിന്ന് കുടുംബാംഗങ്ങളെ മാറ്റി നിർത്തിയത് തെറ്റായി പോയെന്നും അതിൽ താൻ ഖേദിക്കുന്നുവെന്നും NR നാരായണമൂർത്തി 1981 ഭാര്യ സുധാമൂർത്തിയിൽ നിന്ന് കടം വാങ്ങിയ 10,000 രൂപ ഉപയോഗിച്ചാണ് മറ്റ് 5 പേർക്കൊപ്പം നാരായണമൂർത്തി ഇൻഫോസിസ് സ്ഥാപിച്ചത്. തന്നെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നിട്ടും ഭാര്യയെ ഉൾപ്പെടുത്താത്തത് ആദർശം തലയ്ക്ക് പിടിച്ചതിനാലാണെന്ന് മൂർത്തി ഒരു TV ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. കുടുംബത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ല കോർപ്പറേറ്റ് കീഴ്വഴക്കമെന്നാണ് അന്ന് ഞാൻ കരുതിയത്. എനിക്ക് തെറ്റിപ്പോയി. എന്റേത് തെറ്റായ ആദർശമായിരുന്നു. അന്നത്തെ കാലത്തെ രീതികളാണ് ഞാനും പിന്തുടർന്നതെന്നും രാജ്യത്തെ രണ്ടാമത്തെ വലിയ IT സ്ഥാപനമായ ഇൻഫോസിസിൽ 2002 വരെ CEO ആയിരുന്ന മൂർത്തി പറഞ്ഞു. മകൻ രോഹൻ മൂർത്തി ഇൻഫോസിസിൽ ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചാലോ എന്ന ചോദ്യത്തിന് എന്നേക്കാൾ കണിശക്കാരനാണ് മകൻ, അങ്ങനെ ഒരിക്കലും ആവശ്യപ്പെടില്ല എന്നായിരുന്നു മൂർത്തിയുടെ മറുപടി. സോറോക്കോ എന്ന IT സ്ഥാപനത്തിന്റെ ഉടമയാണ് രോഹൻ മൂർത്തി. ഇൻഫോസിസിലെ പങ്കാളികളിൽ ഒരാളാണെങ്കിലും 2017 മുതൽ സ്ഥാപനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫോസിസിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമം തോന്നിയെന്നാണ് സുധാമൂർത്തിയുടെ പ്രതികരണം. ഭർത്താവിന്റെ നിർദ്ദേശം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായെങ്കിലും ഹൃദയത്തിന് സാധിച്ചില്ല. കുടുംബത്തിന്റെ നന്മയെ കരുതി ഞാൻ ആ തീരുമാനം അംഗീകരിച്ചു. ഞാൻ കൂടി ചേർന്നാൽ സംരംഭത്തിൽ നിന്ന് പിന്മാറുമെന്നും മൂർത്തി പറഞ്ഞു. ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെയും ഏറ്റവും നല്ല നിക്ഷേപകയാണ് ഞാൻ. 10,000 രൂപ ശതകോടികളായി മാറിയെന്നും സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാമൂർത്തി പറഞ്ഞു. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയിലെ ആദ്യ വനിതാ എഞ്ചിനീയറായിരുന്നു സുധാമൂർത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് ടാക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യും.